ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടൊരു കാലത്ത് വീട്ടുമുറ്റങ്ങളിലും വേലിയോരങ്ങളിലും നിറയെ കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ പൂക്കൾ എണ്ണയിലും കൂടാതെ ഇലകൾ താളിയുമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. കാലവും ജീവിത സൗകര്യങ്ങളും ഒക്കെ മാറിയതോടെ ചെമ്പരത്തിയും ഹൈബ്രിഡ് ഇനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന ഇനമാണ് ചെമ്പരത്തി ചെടികൾ. ഇന്ന് പലരുടെ വീടുകളിലും ചെടിച്ചട്ടിയിൽ ഹൈബ്രിഡ് ഇനങ്ങൾ വളർത്തി വരുന്നുണ്ട്. എന്നാൽ ഹൈബ്രിഡ് ചെമ്പരത്തികൾ വളർത്തിയെടുക്കാൻ അറിയാത്ത പലർക്കും നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ പൂവ് അങ്ങോട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ചെടിയും നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അറിവിലേക്കായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് നമുക്ക് വിപണിയിലൊക്കെ ഒരുപാട് നിറങ്ങളിൽ ചെമ്പരത്തിപ്പൂക്കൾ കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ചെമ്പരത്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടല്ലേ? 2 നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ പോളിനേഷൻ ചെയ്തിട്ട് മറ്റ് കളറിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ ചെടിയൊക്കെ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ബുഷി ആയിട്ട് തന്നെ നിറയെ പൂക്കളോട് കൂടി ചെമ്പരത്തി ചെടി നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്. ഇപ്പോൾ ഈ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കോഴിവളമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് കുറച്ച് സാഫും ചേർത്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മൾ ആ ചെടി അതിനകത്തേക്ക് നട്ടു കൊടുക്കണം. അങ്ങനെ ചെടി കവറിൽ നിന്നും പൊട്ടിച്ച് നടുമ്പോൾ അതിൻ്റെ തായ്വേര് നശിച്ചു പോകാത്ത രീതിയിൽ തന്നെ നമ്മളെ ചെടി കവറിൽ നിന്നും ഇളക്കിയെടുത്ത് വലിയൊരു ചട്ടിയിൽ തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. ചെമ്പരത്തി ചെടിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കേട്ടോ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ നാശമായി പോകുന്നത്. അങ്ങനെ ഇലകളെല്ലാം നാശമായി പോകുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലചുരുട്ടിപ്പുഴുവാണ്. ഈ ഇലചുരുട്ടിപ്പുഴു ഇലയിൽ വന്നിരുന്നിട്ട് ആ ഇല ഇങ്ങനെ ചുരുട്ടി എടുത്ത് അത് ഇലയ്ക്ക് ഇങ്ങനെ പുഴു കഴിച്ചിട്ട് നാശമായി പോകും. അതുകൊണ്ട് തന്നെ ഈ ഇലചുരുട്ടിപ്പുഴുവിനെയൊക്കെ നമ്മൾ ഏത് സമയത്ത് കണ്ടെടുത്താലും ആ ഇലയോടുകൂടി മുറിച്ച് അതിനെ നശിപ്പിച്ച് കളയേണ്ടതാണ്. അതുപോലെ തന്നെ ചെടിയിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് പുതിയ മൊട്ടുകളൊക്കെ വന്നിട്ട് അത് വിരിയാതെ പോകുന്നത്. അങ്ങനെയുള്ള അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് പൊട്ടാസ്യം വാങ്ങിച്ച് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ചെടിയുടെ പൂമൊട്ടിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ നാമ്പുകളൊക്കെ വന്ന് നിറയെ പൂമൊട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നമ്മുടെ ചെടി നിൽക്കുന്നത് കാണാൻ കഴിയും. ഇതുപോലെ ഇനി പറയുന്ന മറ്റൊരു കാര്യമാണ് കേട്ടോ കൊക്കക്കോളയെ പറ്റിയിട്ട്. കൊക്കക്കോളയൊക്കെ സോഫ്റ്റ് ഡ്രിങ്കായിട്ട് നമ്മളെല്ലാം വീട്ടിൽ പലരും ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ്. അപ്പോൾ ആ കൊക്കക്കോള നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് ഈ ചെടിയിലേക്കൊക്കെ, അത് ഏത് ചെടിയും ആയിക്കോട്ടെ, അതിനകത്തേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചെടിയിൽ വരുന്ന പ്രാണിശല്യവും പുഴുശല്യവും ഒക്കെ ചെടിയിൽ നിന്നും നമുക്കൊരു പരിധി വരെ തടയാൻ കഴിയും. നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് ഈ കൊക്കക്കോള എല്ലാ ചെടികളിലും ഉപയോഗിക്കാൻ കഴിയും. സോഫ്റ്റ് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുന്ന പല പാനീയങ്ങളും ഇതുപോലെ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതുപോലെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ള ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടി സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.